പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ കൂടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ദിവസം ഇടാതിരുന്നത്. ഇപ്പോൾ കണ്ടിട്ട് അപ്പോൾ കാര്യം മനസ്സിലായി കാണും. അതേ ഹെയർ എക്സ്റ്റൻഷനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഞാനൊരു ഐ മേക്കപ്പ് ലുക്ക് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഹെയർ എക്സ്റ്റൻഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഹെയർ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എനിക്ക് ഇത്രയും നീളവും ഇത്രയും തിക്നെസ്സൊന്നും എൻ്റെ ഹെയറിന് നോർമലി ഇല്ല. അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതൽ സംസാരിക്കാനെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് കേട്ടോ സംഭവം. കണ്ടോ, ഇതൊരു ചെറിയൊരു ബ്രൗണിഷ് ഹെയർ ആണ്. ജസ്റ്റ് ഒരു തുമ്പ് വന്നിട്ട് ഒരു കേൾനെസ്സും കൂടി ഉണ്ട്. ഒരു കേളിയ ഹെയർ ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെത് സ്മൂത്ത് ചെയ്ത ഹെയറല്ലേ, പിന്നെ സ്മൂത്തായിട്ട് സ്ട്രൈറ്റൻ ആയിട്ടുള്ളത് മേടിക്കാത്ത എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. കാരണം വെച്ചാൽ എനിക്ക് ഈ കേള് ഭയങ്കര ഇഷ്ടമാണ്. കേളിയ ഹെയർ ഇഷ്ടമാണ്. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അപ്പോൾ ചെറിയൊരു ബ്രൗണിഷ് കൂടിയാണ്. എൻ്റെതും ചെറിയൊരു ബ്രൗണിഷ് ഹെയർ ആണ്. അങ്ങനെ ഞാൻ മേടിച്ചത്. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്ന ആമസോണിൽ നിന്നാണ്. ആമസോണിൽ ഇത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് 200-ന് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പ്രൈസ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ പ്രൈസ് ഇട്ടേക്കാം കേട്ടോ. അപ്പം 200-ന് താഴെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നല്ലൊരു ഹെയറാണ്. എന്താ പറയുക, ഇതൊരു നെറ്റ് പോലെ ബ്ലാക്ക് ആയിട്ടുള്ളൊരു നെറ്റ് പോലത്തെ ഒരു നമ്മുടെ ഹെയർ പോലെ തന്നെ ഇരിക്കുന്ന ഒരു കവറിലാണ് ഇത് വന്നത്. ഇതിങ്ങനെ മടക്കിയിട്ട് ആ ഒരു കവറിൽ സെറ്റായി വന്നതാണ്. അപ്പോൾ അതെൻ്റെ ഞാൻ ഓർക്കാണ്ട് അത് പൊട്ടിക്കുന്ന സമയത്ത് അത് കീറിയാണ് ഇത് സാധനം പുറത്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് നഷ്ടമായിപ്പോയി. അതുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്തതിന് ശേഷം അതിലേക്കിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്കിത് ഏതെങ്കിലും ഇതേപോലെ മടക്കി നമുക്ക് ഏതെങ്കിലും ടിന്നിലെങ്ങാനും നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ഞാൻ പറയട്ടെ, ഇത് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ മറുഭാഗത്ത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കാണുന്നത്. ഇത് ഓരോ ക്ലിപ്പുകളാണ് കേട്ടോ. അതായത് ഇത് ഇങ്ങനെ നമ്മൾ കുഞ്ഞുകുട്ടികൾക്ക് വെച്ചുകൊടുക്കുന്ന ഹെയർ ഇങ്ങനെ ഒടിച്ച് വെക്കുന്ന ക്ലിപ്പുകളില്ലേ, അതുമാതിരിയാണ് ഇത്. ഇവിടെ ഇങ്ങനെ പല്ലുകളാണ്. ഈ പല്ലുകളെ നമ്മുടെ ഹെയറിലോട്ട് ഇങ്ങനെ താഴ്ത്തി ഇറക്കിയിട്ട് ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്ര തന്നെയാണ് ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ 1, 2, 3, 5 അങ്ങനെ 5 ക്ലിപ്പുകളാണ് കേട്ടോ നമുക്കിവിടെ ഉള്ളത്. നമുക്ക് ഈ ഒരു പോർഷൻ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാം. അപ്പം ചിലർക്ക് ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ വെളിയിലായിട്ട് ഈ സംഭവം ഇങ്ങനെ വന്ന് കിടക്കും. അങ്ങനെയുള്ളവർക്ക് ഇതിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടം വരെ ഉണ്ടാവത്തുള്ളൂ ഇവിടെ. അപ്പം ഇത് നമ്മുടെ കറക്റ്റ് ഇവിടെ നിൽക്കും. അപ്പം എനിക്കിത് ഓക്കെയാണ്, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല. അപ്പം ലെയർ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. ഇത്ര ലെയർ വേണ്ട, അതാണ് ഈ ലെയറാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത്രയും ലെയർ കുറച്ച് മതി. തിക്നെസ് കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് വയ്ക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഇങ്ങനൊരു കോമ്പ് എടുത്തിട്ടുണ്ട്. കോമ്പിൻ്റെ അടുക്കുന്ന് ഞാനൊരു വകുപ്പ് എടുക്കുകയാണ്. ജസ്റ്റ് നമ്മുടെ ഇയർ ടു ഇയർ വരുന്ന ഹെയർ അത് നമുക്കിങ്ങനെ ഇയർ ടു ഇയർ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഞാനിപ്പോൾ ജസ്റ്റ് റഫായിട്ടൊരു ലൈനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പെർഫെക്റ്റ് ഇല്ലാതെ ബാക്കിൽ ഇരിക്കുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് ഏതെങ്കിലും നല്ല കോമ്പ് യൂസ് ചെയ്ത്, അതായത് ബാക്ക് സൈഡ് കൂർത്തിരിക്കുന്ന കോമ്പെല്ലാം യൂസ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ കറക്റ്റ് ലൈൻ കിട്ടും കേട്ടോ.
അപ്പോൾ ആ കറക്റ്റ് ആ ലൈനിൻ്റെ താഴെയായിട്ടോ മുകളിലായിട്ടോ നമുക്കിത് വെച്ച് ക്ലിപ്പ് ചെയ്യാമെന്നുള്ളതാണ്. നല്ലതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് താഴോട്ടാക്കി ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അത് വേറെ ഒന്നും ഊരി പോകത്തൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ അതവിടെ ഇരുന്നോളും. ഈ ഒരു വെട്ടത്തിൽ നല്ലൊരു ബ്ലാക്ക് കളർ എൻ്റെ ഹെയറിനുണ്ട്. മറ്റേത് അടിയിൽ കറക്റ്റിട്ട് ഒരു ബ്രൗൺ കളറും കാണുന്നുണ്ട്. സാധാരണ നോർമലി എൻ്റെ ഇത് ഒരു സൺലൈറ്റിലാണ് ബ്രൗണിഷ് കളറായിട്ട് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിലെനിക്ക് നല്ലൊരു ബ്ലാക്ക് കളറായിട്ടാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾ ഹെയർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ഹെയർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, സ്ട്രൈറ്റ് ഹെയർ, കേൾ ഹെയർ, സെമി കേൾ ഹെയർ, അങ്ങനെയൊക്കെ ഉള്ള ഹെയർ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹെയറുമായിട്ട് ഇണങ്ങുന്ന ഹെയർ നോക്കി മേടിക്കുക. എനിക്ക് കേൾ ഹെയർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കേൾ ഹെയർ മേടിച്ചത്. എൻ്റെത് സ്ട്രൈറ്റ്, എൻ്റെ ഒറിജിനൽ ഹെയർ സ്ട്രൈറ്റുമാണ്, ഈ ഹെയർ കുറച്ച് കേളുമാണ്. അപ്പം എനിക്കിഷ്ടമാണ്. ഞാനങ്ങനെ പുറത്തൊന്നും വെച്ചുകൊണ്ട് പോകാറില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ജസ്റ്റ് ഒരു ഡെമോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയും കൂടി മേടിച്ചതാണ്. പിന്നെ ഇതിങ്ങനെ ഒരു സംഭവം വാങ്ങിക്കണമെന്ന് എനിക്ക് മുമ്പേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്തിട്ട് ഹെയർ മൊത്തത്തിൽ അതായത് അഴിച്ചുവിടാം, അല്ലാണ്ട് നമുക്ക് ഇതേപോലെ ബാൻഡ് ചെയ്ത് വെക്കാം, പിന്നി മെടഞ്ഞിടാം, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാവുന്നതും കൂടെയാണ് കേട്ടോ. അപ്പം നല്ലൊരു കംഫർട്ടബിളായ പ്രോഡക്റ്റാണിത്. തീരെ മുടിയില്ലാത്ത ആളുകൾ, ഇത്തിരി മുടിയുണ്ടായിരുന്നേ പൂ വയ്ക്കാം എന്നൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ നമുക്കിതേപോലെ ഹെയറിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പൂ വച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്തിരി മുടി നീളമുണ്ടെങ്കിൽ, കട്ടിയുണ്ടായിരുന്നെങ്കിൽ പൂ വയ്ക്കായിരുന്നു എന്നൊക്കെ ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഹെയറിന് കറക്റ്റായിട്ടുള്ള ഹെയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഇത് എക്സ്ട്രാ വച്ചിരിക്കുകയാണെന്ന് പോലും നമുക്ക് തോന്നില്ല. ഇതിപ്പോൾ എനിക്കിങ്ങനെ വന്നതെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തതാണ്. പിന്നെ നോർമലി ഞാൻ അങ്ങനെ പുറത്തൊന്നും യൂസ് ചെയ്യാറുമില്ല. അപ്പോൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ എന്നെ ഇതുവരെ എത്തിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.